വിഷുവായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും സർക്കാരിന്റെ ഖജനാവ് നിറയ്ക്കുന്നത് ഇത്തരത്തിലുള്ള ബീവറേജസ് ഔട്ട്ലെറ്റുകളാണ്. പക്ഷേ ഇതാദ്യമായാണ് ബീവറേജസ് ഔട്ട്ലെറ്റുകളൊക്കെ തന്നെ ദീപാലങ്കാരത്തിൽ നിറയുന്നത്. കുപ്പിക്ക് പുറമെ ക്രിസ്മസ് ട്രീയുണ്ട്, ക്രിസ്മസ് പാപ്പായുണ്ട്, സീരിയൽ ലൈറ്റുകളുണ്ട്. മദ്യത്തിനൊപ്പം കുറച്ച് ക്രിസ്മസ് വൈബം. തിരഞ്ഞെടുക്കപ്പെട്ട 52 ബീവറേജസ് ഔട്ട്ലെറ്റുകളിലാണ് ക്രിസ്മസ് ട്രീ ഒരുക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഷോപ്പുകളിൽ എക്സ്ട്രാ അഡീഷണലായിട്ട് ക്രിസ്മസ് ട്രീ ഇവിടെ വെക്കാനായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെയുള്ളൊരു ഔട്ട്ലെറ്റാണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ അഡീഷണലായിട്ട് ഇവിടെ വെച്ചിരിക്കുന്നത്. അതാണ് ഈ വർഷം മുതലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായ രീതിയിൽ ലൈറ്റ് അലങ്കാരങ്ങളോടുകൂടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയും ഇത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലൊക്കെയുള്ളൊരു അനുഭവം എൻ്റെ അനുഭവത്തിൽ 29 കൊല്ലത്തിന് ശേഷം എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. കുപ്പിയെടുക്കാൻ എത്തിയവരൊക്കെ തന്നെ ഹാപ്പിയാണ്. പലരും ക്യാമറ കണ്ട് മാറി നിന്നെങ്കിലും സന്തോഷം പരസ്യമായി പ്രകടിപ്പിച്ചവരുമുണ്ട്. ഡെക്കറേഷൻ വളരെ എല്ലാ വർഷത്തിനേക്കാളും വളരെ മെച്ചമായിട്ടുണ്ട്. അതുകൊണ്ട് കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല സർവീസാണ്, എല്ലാം ഇതാണ്. നല്ല ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും എല്ലാം നല്ല രീതിക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ലാഭവിഹിതത്തിന്റെ ഒരു പങ്കാണ് അലങ്കാരങ്ങൾക്കായി ഇത്തവണ കോർപ്പറേഷൻ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ക്രിസ്മസിനും പുതുവത്സരത്തിനും ബീവറേജ് ഔട്ട്ലെറ്റുകളും ഹാപ്പിയാണ്. സച്ചിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ജിബിൻ JB ഉണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ് ജിബിൻ. ഇപ്പോൾ സാധാരണ ഇങ്ങനെ ബെബ്കോ ഔട്ട്ലെറ്റ് ഒന്നും ഇങ്ങനെ ക്രിസ്മസ് കാലത്ത് പുതുവത്സര കാലത്തൊന്നും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയത് കാണാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താഘോഷം കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ ചിരിക്കാൻ സാഹചര്യമുള്ളത് ഈ പറഞ്ഞ ബെബ്കോ ഔട്ട്ലെറ്റാണ്. കാരണം വരുമാനം കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ബെബ്കോയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വൈദ്യുതാലങ്കാരത്താൽ തിളങ്ങി നിൽക്കുന്നത് ഈ ക്രിസ്മസ് കാലത്ത് ബെബ്കോ ഔട്ട്ലെറ്റുകൾ? അത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ബെബ്കോ ഔട്ട്ലെറ്റുകൾ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ ഒട്ടും തന്നെ വൃത്തിയില്ലാത്ത സാഹചര്യമൊക്കെയാണ് പലപ്പോഴും കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇത്തവണത്തെ ക്രിസ്മസിന് ബെബ്കോയുടെ കോർപ്പറേഷൻ MD എടുത്ത ഒരു തീരുമാനമാണ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ലാഭത്തിൻ്റെ വിഹിതം ഇത്തരത്തിലുള്ള ക്രിസ്മസ് പോലുള്ള ആഘോഷ പരിപാടികൾക്ക് നമ്മുടെ ബെബ്കോ ഔട്ട്ലെറ്റുകൾ ഒന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടി എന്തുകൊണ്ട് ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൂടാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ ബീവറേജസ് കോർപ്പറേഷനിലും സീരിയൽ ഇടുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട 52 ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ് ഉള്ളിലായി ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് ട്രീയും അലങ്കരിച്ച് വെച്ച് ക്രിസ്മസ് പാപ്പ ഉൾപ്പെടെ ട്രീ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട 52 ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ്. കാരണം അതായത് മദ്യപന്മാരാണ് നമുക്ക് ഔട്ട്ലെറ്റുകളിൽ എത്തുന്നതെങ്കിലും അവർക്കും ഈ ഒരു കാഴ്ചകളൊക്കെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. നമ്മുടെ ഒരു ചേട്ടൻ നേരത്തെ കണ്ട പാക്കേജിലും പറയുന്നുണ്ട് അവരെല്ലാവരും ഹാപ്പിയാണ്, അവർ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ അവർ നേരുന്നുണ്ട്. അവർക്കും അതായത് ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് മദ്യപിക്കാനായി എത്തുന്നവരാണ് ഈ ഒരു ഭാഗത്തൊക്കെ കൂടുതൽ. അപ്പോൾ അവരും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അവിടേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ കത്തുന്ന സീരിയലുകളും ക്രിസ്മസ് തൊപ്പികളും ക്രിസ്മസ് അലങ്കാരങ്ങളും ഒക്കെ കാണുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. എന്നാലും ബീവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ ഇനിയുള്ള ക്രിസ്മസ് പുതുവത്സരം കഴിഞ്ഞാൽ പോലും ഇനി വരുന്ന എല്ലാ ആഘോഷ പരിപാടികൾക്കും ഇത്തരത്തിൽ വൈദ്യുത അലങ്കാരത്തിൽ കോർപ്പറേഷൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ദീപാലങ്കാരത്തിൽ നിറയുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരി ജിബിൻ.